ഹായ് ഫ്രണ്ട്സ്, ടൂറിലേക്ക് പോവാം. ഹീറോയി ഒരു ഇന്ത്യൻ ഗേൾ. അങ്ങനെ ഹീറോയി മുകളിലിരുന്ന് ഉണ്ടാതിരുന്ന ആൾച്ചുണ്ടാക്കി എങ്ങനെ ഇടുന്നു മുങ്ങ എന്ന് ഹീറോയി ആൾച്ചക്ക ഫ്രണ്ട് വന്ന് പറയാൻ തുടങ്ങി. മായ വന്ന് പറയാൻ തുടങ്ങി. മായ വന്ന് ഓടി വന്ന്, എടി നീ എന്താ ചെയ്യാം? ഹീറോയുടെ ഫ്രണ്ട് വന്ന് വിളിച്ചായിരുന്നു. മായ വന്ന് വിളിച്ചു, എടി എന്ത് ചെയ്യാം? പൊടി മുണ്ടാതിരി, എനിക്ക് സാഡാണ്. മായ പറയാൻ തുടങ്ങി. മായ നീ എന്താ ചെയ്തു? നീ എല്ലാം ചെയ്തു കഴിഞ്ഞോടെ മായ? വീട്ടിലെ എല്ലാ ജോലി കഴിഞ്ഞോ? എല്ലാ ജോലി കഴിഞ്ഞു മായ പറഞ്ഞു അമ്മച്ചി, ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ ട്വിറ്റർ എല്ലാം ഫേമസ് ഡി മച്ചി. എന്നെ മായ ഒന്ന് വിളിക്കണ്ടടി മച്ചി, എല്ലാവരും എന്നെ ബുള്ളിങ് ചെയ്യാം എന്നെ മായ പറയാം. അത് കേട്ട് ഹീറോയി ഷോക്കായി. മായ പിന്നെ എൻ്റെ മായ അല്ലാതെ പിന്നെ എന്തിനാ ജാസിറാണി എന്ന് വിളിക്കണ? പോടി, അങ്ങനെ ഒന്ന് വിളിക്കണ്ട, എന്നെ റോസി എന്ന് വിളിക്കുമെന്ന് മായ പറഞ്ഞു. ശരി റോസി, ശരി നമുക്ക് പോവാം. എടി അമ്മ വിളിക്കുക. എന്ത് അമ്മ വിളിക്കുക? അതവിടെ നോക്ക്. അങ്ങനെ ഹീറോയുടെ ഫ്രണ്ട് വാ ഇന്നു മുന്നേ റോസി വിളിച്ചുകൊണ്ട് പോയി. എവിടെ മുത്തശ്ശി വന്നോ? അയ്യോ മുത്തശ്ശി വന്നില്ല. എവിടെയടി മുത്തശ്ശി? മുത്തശ്ശിനെ കാണുന്നില്ല. മുത്തശ്ശി എന്താ മാമ്പഴ പറക്കാൻ പോയിനി. എന്ത് മാമ്പഴം? എടി മച്ചി, ഇപ്പം മാമ്പഴ തോട്ടമൊന്നും ഇല്ലടി. ചുമ്മാ മാമ്പഴ പറിക്കാൻ പോയിന്ന് ജോക്ക് പറ. ഹീറോയിൻ്റെ മുത്തശ്ശി അവിടെ ഇരുന്നിട്ട് വഴക്ക് പറയാൻ തുടങ്ങി. എടാ റാസ്കള്, എന്താടാ എൻ്റെ തെങ്ങിനെ പൊണ്ടെടുത്തു? മുത്തശ്ശി അമ്മേ ഞാൻ പൊണ്ടെടുത്തില്ല. പിന്നെ ആരടാ നിൻ്റെ വൈഫ് എടുത്തതാ? അത് വൈഫിനെ തിരിഞ്ഞു നോക്കി. വൈഫ് തല കയ്യിലിട്ടു. അയ്യോ, എന്നിട്ട് ഈ പൊണ്ടെടുത്തത് പറഞ്ഞേക്കടാ. എൻ്റെ 10 തേങ്ങ കാണുന്നതാ. ഇനി 10 തേങ്ങ വെച്ചത് കാണുന്നില്ല. നിൻ്റെ വൈഫ് ഒന്ന് കേൾക്കാതെ എടുക്കാൻ പാടില്ല, ഇത്ര പറഞ്ഞിട്ടുണ്ടു. ഇങ്ങനെ അവർ വൈഫിന് തല്ലി. സോറി സാരില്ല, എൻ്റെ എല്ലാം കേടിനാ തരലായിരുന്നോ അങ്ങനെ പറഞ്ഞു. അവിടുന്ന് ഹീറോയിൻ്റെ മുത്തശ്ശി വന്നു. എന്താ മക്കളെ? അങ്ങനെ ഹീറോയി ഫ്രണ്ട് മുത്തശ്ശി വീട്ടിൽ വന്ന് മുത്തശ്ശി പറയാൻ തുടങ്ങി. പ്രിയ, അമ്മ എന്ത് റോസി മായ എന്നെ വിളിച്ചു. എന്ത് മുത്തശ്ശി എന്നെ മായ വിളിക്കുക, റോസി വിളിക്കുക? എന്ത് റോസാ? അതെന്ത്? എൻ്റെ മുത്തശ്ശി ചോദിച്ചാൽ റോസിക്ക് ടെൻഷനായി. അയ്യോ, ഈ മുത്തശ്ശിൻ്റെ ഒരു കാര്യം, ഈ വയസ്സുകാലത്തിൽ ഒരു പേര് വിളിക്കുമെന്ന് അറിയില്ലേ എന്നെ ഹീറോയിൻ്റെ ഫ്രണ്ട് വഴക്ക് ഉണ്ടാക്കി. സാരമില്ലടി വാ. ഹീറോയി വീട്ടിലേക്ക് വന്നു. വീട്ടിലെല്ലാം ജോലി ടയർഡായി കിടന്ന് ഉറങ്ങി. അതെ, രാത്രി 12 മണി നല്ല ഡീപ്പ് ഉറങ്ങി ഹീറോയ്ക്ക് ഡ്രീമിൽ ഒരു ചെക്കൻ നല്ല ആൻസമായിട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അവൻ വന്നൊരു എങ്ങനെ പ്രൊപ്പോസ് ചെയ്ത്. ഹീറോയ്ക്ക് കൺഫ്യൂസായി. ആരാ നീ? പിന്നെ തൊടാൻ നോക്കി, അവിടുന്ന് മറന്നു പോയി. പിന്നെ ഒരു വോയിസ് കേട്ട്, അത് തിരിഞ്ഞു നോക്കുക, പിന്നെ ഒരാൾ പോയി. അയ്യോ, ഇതാരാന്ന് അറിയില്ല. ഹീറോയ് കൺഫ്യൂസായി. ഹീറോയ് കണ്ണ് തുറന്ന് കാണിച്ച് മണി നോക്കും, 1 മണിയായി. ഹീറോയ്ക്ക് ഷോക്കായി. ഇങ്ങനെ തണ്ണി കുടിക്കാൻ വന്നു. അയ്യോ, എനിക്കെന്താ ഡ്രീം വരുന്ന? അങ്ങനെ വീണ്ടും പോയിട്ട് കിടന്നുറങ്ങി. അപ്പോൾ വീണ്ടും അവിടെ ഇരുന്നിട്ട് ആൽച്ചാക്കിയ തണ്ണി ഇത് തോടുന്നവിടെ കാല് വെച്ച്, പാടത്തിനവിടെ സ്റ്റെപ്പിനവിടെ ഇങ്ങനെ കാല് വെച്ച് തണ്ണി കുളത്തിൽ കാല് വെച്ച് ഇങ്ങനെ ആട്ടം തുടങ്ങിയായിരുന്നു. അപ്പോൾ ഹീറോയ്ക്ക് മനസ്സിലായില്ലായിരുന്നു ആരാ അവർ. റോസി ഓടി വന്നു. മച്ചി, എന്തടി പറ്റി? ഇല്ല മച്ചി, ബ്ലാക്ക് ഹെയർ കാണാൻ ക്യൂട്ടായിട്ടുണ്ടാണ്. മാത്രം ടച്ച് മറിഞ്ഞു പോയിടി. എനിക്ക് പ്രപ്പോസ് ചെയ്തോടി. എടി നിനക്ക് ഡ്രീം. പിന്നെ ഒരു പോയിടി. വോയിസ് മാത്രം വേറെ. ഒരു കളർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ കളറിനെ പറഞ്ഞു. ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് കൺഫ്യൂസ്. എടി ആരാ? നമുക്ക് എങ്ങനെ അറിയൂടി? അറിയില്ല മച്ച, ആരാന്ന് അറിയില്ല. നല്ല കാണാൻ സുന്ദരനടി. ഒരിക്കൽ പോടി. എവിടുത്തെ ചെക്കൻ അറിയില്ലല്ലേ? അറിയില്ല മച്ച്. അങ്ങനെ ഫ്രണ്ടിനോട് പറഞ്ഞു. അങ്ങനെ ഹീറോയ്ക്ക് ആ നിറയെ ഡ്രീം കുറേ ഇപ്പം വീടെല്ലാം ഹീറോയ്ക്ക് കാണാൻ തുടങ്ങി. ഹീറോയ്ക്ക് ആരാ ഇവർ? എനിക്കറിയില്ലല്ലോ. ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി ഒന്നും മനസ്സിലായില്ല ഹീറോയ്ക്ക്. അങ്ങനെയായിട്ട് വീട്ടിൽ നല്ല ജോലിയായിട്ട് ഫ്രണ്ട് കൂടെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഫ്രണ്ട് കൂടി ഓടി പോകാൻ പറയുന്നു. മച്ചി എന്തടി ഇവിടെ സോങ്സ് ഡാൻസ് ഉണ്ട് മച്ചി. എന്ത് സോങ്സ് ഡാൻസ്? ഇല്ലടി, നിൻ്റെ അച്ഛൻ നിന്നെ വിളിച്ചായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛൻ വന്നു. മോളെ പ്രിയ, എന്തച്ചാ? നമ്മളെ അവിടെ പ്ലേസിൽ ഏതോ K-pop ഐഡൽ പറഞ്ഞ ഒരു പാട്ട് പാടുന്ന ബോയ്സ് വരാൻ പോകുന്നത്. ആ സ്റ്റേജെല്ലാം കറക്റ്റ് ഉണ്ടായില്ലേ നീ നോക്കണം. അവർക്കെല്ലാം കാട്ടി കൊടുക്കണം, മനസ്സിലായ? നീ അവരെ ശ്രദ്ധിക്കണം. ഡാഡി അത് മനസ്സിലായ? നിനക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയൂലേ? അറിവ് വെച്ചാൽ അതൊക്കെ ഇപ്പം എന്താ?
അച്ഛ കൊറിയൻ ബോയ്സ് ആണ്. എനിക്ക് കൊറിയൻ അറിയില്ല അച്ഛ, ഇംഗ്ലീഷ് മാത്രമേ അത്ര അറിയൂ. ശരി ശരി ഓക്കേ. എന്നാ അച്ഛൻ പറഞ്ഞു പോയി, ഞങ്ങൾ അവർ വരും, നീ നോക്കിക്കോളാം പറഞ്ഞു. ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഞാൻ അവർ ഡ്രോപ്പ് ചെയ്ത് കൊണ്ടുവരാം. ആ ഗസ്റ്റ് ഹൗസ് അവരെ കൊണ്ടുവന്നാൽ മതി, മനസ്സിലായില്ലേ? ശരി അച്ഛ. എന്നെ ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞു, വാടി ഞാൻ പോയിട്ട് വരാം എന്ന്. ഹീറോയിൻ ചേട്ടൻ ഓടി പോയിട്ട് കുറച്ച് ഗസ്റ്റ് ഹൗസ് റെഡിയായോ? റെഡിയായി സാർ. ശരി ശരി ഓക്കെ റെഡിയാണല്ലേ? ശരി സാർ റെഡിയുണ്ട്. അങ്ങനെ ഗസ്റ്റ് ഹൗസ് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ഹൗസ്. അത് ഹീറോയിൻ്റെ ചേട്ടൻ റെഡിയാക്കി. അങ്ങനെ ഹീറോയിനെ വീട്ടിലേക്ക് വിളിച്ചു ചേട്ടൻ, വാടി വീട് നന്നായിട്ടുണ്ടല്ലേ? നടിയായിട്ടുണ്ട് ചേട്ടാ, അതൊക്കെ ഇപ്പം എന്താ? ശരി ശരി ടെൻഷനൊന്നും ആക്കണ്ട എന്നെ ഹീറോയിൻ്റെ ചേട്ടനെ വിളിച്ചു. അവൻ നൈറ്റായി, ഹീറോയ്ക്ക് നല്ല ഉറക്ക്. അങ്ങനെ 3 മണിയാകുമ്പോൾ ഹീറോയിൻ്റെ ചേട്ടന്, അയ്യോ 3 മണിയായി ഇപ്പോൾ പോകണം. അങ്ങനെ കാർ ഓട്ടിക്കൊണ്ട് പോയി. 3 മണിക്ക് പോയിട്ട് എത്തണം പറഞ്ഞിട്ട് ഇപ്പോൾ 1 മണിയായി. ഇപ്പോൾ ഇവിടുന്ന് ശരിയല്ല, 3 മണിക്കാണ് ഫ്ലൈറ്റ് വരുന്നത്. ഒന്ന് ഹീറോയിൻ്റെ ചേട്ടൻ ബസ് പോകുന്ന കാർ എടുത്തുകൊണ്ട് പോയി. ഹീറോയിൻ്റെ ചേട്ടനെ കളിയാക്കുക, എന്തുടാ ഇത്ര വലിയ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്? അതെ ഹീറോയിൻ്റെ ചേട്ടൻ പറയാൻ തുടങ്ങി, കാറിന് കട്ടി കാറ്, നീ എന്തിനാ ഞങ്ങളെ വിളിച്ചത്? എടാ അച്ഛാ 7 ബോയ്സ് വരാം, ബാക്കി ബോയ്സ് നിങ്ങൾ കാറിൽ, ബാക്കി ബോയ്സ് എൻ്റെ കാറിൽ. അങ്ങനെ കാർ എടുത്തുകൊണ്ട് പോയി. ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. ബാക്കി 3 പേരാണ് കാർ എടുത്തുകൊണ്ട് വന്നത്. അതിനെ കൊണ്ട് കാർ ഓട്ടിക്കൊണ്ട് പോയി. അയ്യോ ഇവനൊരു കാര്യം. അങ്ങനെ 3 ഫ്രണ്ട്സ്, ഹീറോയിൻ്റെ ചേട്ടനും ബാക്കി 2 ഫ്രണ്ട്സ് ചേട്ടൻ്റെ, അങ്ങനെയായിട്ട് കാർ എടുത്തുകൊണ്ട് പോയിരുന്നു. കാർ എടുത്തുകൊണ്ട് പോയിട്ട് അങ്ങനെ ആ ബോയ്സിനെ കൊണ്ടു. 3 മണിയാകുമ്പോൾ ബോയ്സ് നല്ല ക്യൂട്ടായിട്ട് വരാൻ തുടങ്ങി. 7 ബോയ്സ് വന്നു. ഹീറോയിൻ ചേട്ടാ കാണാൻ നല്ല സുന്ദരിമാരാണ്. കേളും അതുണ്ട്, സാരില്ല അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല എന്ന് ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞു ഫ്രണ്ടിനോട്. ശരിടാ ശരി. അങ്ങനെ ബോയ്സ് എല്ലാം വന്നു, ഹലോ ഹായ്. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞു, ശരി ഓക്കെ നിങ്ങൾ വണ്ടിയിൽ കയറിക്കോ എന്ന് ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞു. അവർക്കും ലാംഗ്വേജും കൊറിയൻ ലാംഗ്വേജ് ഹീറോയിൻ്റെ ചേട്ടനൊക്കെ അറിയും. അവിടെ ഹീറോയിൻ്റെ ചേട്ടനിക്ക് കൊറിയയിലാണ് ജോബ്. അതുകൊണ്ട് ഇവിടെ നാട്ടിലൊക്കെ ചുമ്മാ വന്നതാണ്, കുറച്ച് നാൾ താമസിക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ അവിടുന്ന് വണ്ടിയിൽ കയറി ഗസ്റ്റ് ഹൗസ് കൊണ്ട്, സാർ ഇതാണ് നിങ്ങളുടെ റൂം. ഇങ്ങനെ റൂമെല്ലാം ഫുഡെല്ലാം കൊടുത്തു. ശരി സാർ നിങ്ങൾ ഈ ഫുഡ് കഴിച്ചോ, നല്ല ഫുഡാണ്.